ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഓപ്പറേറ്റേഴ്സ് നോക്കി. ഇനിയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഒരു വേരിയബിളിന് ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുമല്ലോ. അതായത് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5ആണ്. ആ ഒരു അസൈനിങ് സംഭവം ഉണ്ടല്ലോ, ആ ഒരു മെത്തേഡിൽ ആ അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഇസ് ഈക്വൽ ടു. ആ ഒരു ഓപ്പറേറ്ററാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ആ ഒറ്റ ഓപ്പറേറ്ററിൽ വരുന്നുള്ളൂ അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ. പക്ഷെ വേറൊന്നുകൂടി വരുന്നുണ്ട്. അത് സംഭവം സത്യം പറഞ്ഞാൽ അതിൽ പെടുത്തോന്ന് അറിയില്ല. ഓക്കെ, അത് മാത്രം പഠിച്ചാൽ മതി. യൂസ്ഡ് ടു സ്റ്റോർ എ വാല്യൂ ഇൻ എ വേരിയബിൾ. അതായത് ആ ഒരു വേരിയബിളിന്റെ വാല്യൂ 5ആണെന്ന് കാണിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് എന്ത്, ആ ഒരു വാല്യൂ എക്ക് അസൈൻ ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഇസ് ഈക്വൽ ടു. ഇത് മെയിൻ ആയിട്ട് പഠിച്ചോ. ഇത് എന്തായാലും വരും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ മോഡലിലും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇസ് ഈക്വൽ ടു ആൻഡ് രണ്ട് ഈക്വൽ ടു. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. മനസ്സിലായോ? അത് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ എ എന്ന് പറഞ്ഞൊരു വാല്യൂന് 5ആണ് വാല്യൂ എന്ന് പറഞ്ഞ അസൈൻ ചെയ്യാൻ അവിടെ. ഓക്കെ, അവിടെ വേറെ ഡൗട്ടും ഇല്ല. അസൈൻസ് വാല്യൂ ടു എ, അതായത് എക്കൊരു വാല്യൂ അസൈൻ ചെയ്യാണ്. മനസ്സിലായോ? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസൈനിങ് അല്ല, രണ്ട് ഈക്വൽസ്. അത് ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, റിലേറ്റ് ചെയ്യില്ലേ, ലോജിക്കൽ റിലേഷൻ പഠിച്ചില്ല. അതായത് ഇത് ഇതിനോട് വലുതാണോ, ഇത് ഇതിനോട് ചെറുതാണോ, അതായത് എക്സ് വൈനെക്കാട്ടും ചെറുതാണോ, എക്സ് വൈനെക്കാട്ടും വലുതാണോ, അതേമാതിരിയാണ് ഇവിടെ ഈ ഈക്വൽ ടു. അതായത് അതിൽ പെട്ട ഒരു ഈക്വൽ ടു ആണ് ഇത്. അപ്പൊ എന്താ, ഇത് അസൈൻമെന്റിൽ പെടൂല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് അസൈൻമെന്റിൽ പെടൂല. അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ ഇത് മാത്രമേ പെടുള്ളൂ. ഇത് റിലേഷണൽ ഓപ്പറേറ്ററാണ്. റിലേഷണൽ ഓപ്പറേറ്റർ, അതായത് ഇത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ഇത് എന്ത് ചെയ്യും, കമ്പയർ വാല്യൂസ്. അതായത് എ ഈക്വൽ ടു 0, അതായത് എ 0 ആണോ, ആ ഒരു റിലേഷൻ സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. അതായത് എ 0 ആണ് എന്നല്ല, ഈ ഈക്വൽ ടു ഇട്ടിട്ട് നമ്മൾ 0 എന്നിട്ട് എ 0 ആണ്, ഇത് എ 0 ആണോ, ആ ഒരു റിലേഷണൽ ആണ് അവിടെ കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇതെന്തായാലും ഒരു 80% വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന് കേട്ടോ. ഓക്കെ, ഇനി അവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ നോക്കിയില്ല. തൽക്കാലം ഈ വീഡിയോ